ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഞാൻ സാധാരണ ആരും ഡിബേറ്റിന് വിളിക്കാറില്ല. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. നടപ്പുള്ള കാര്യം പോലും പറയാൻ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം. മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്, മോൻ മുള്ളിപ്പോവും. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. പിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. പരസ്യ സംവാദത്തിനുള്ള വി ഡി സതീശന്റെ വെല്ലുവിളിക്ക് തയ്യാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ എപ്പോഴാണാവോ നമ്മുടെ കണക്ക് തീർക്കാൻ വരേണ്ടത്? സംഗതി ഏറ്റു. വളരെ സന്തോഷമില്ല. അത് എപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. പെരട്ടല്ലൂടാ, വെറും പെരട്ട്. എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോന്ന് പറഞ്ഞാ ഒന്ന് വരളും. അതാണ് സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഒരുമാതിരി കളി കളിച്ച് മാറരുത് കേട്ടോ. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. പക്ഷെ അച്ചായോ, 2 ടീമുകളുടെയും നിലവാരവും ക്വാളിറ്റിയും വെച്ച് നോക്കിയാൽ നമ്മൾ ജയിക്കുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? പ്രതിപക്ഷ നേതാവുമായുള്ള പരസ്യ സംവാദത്തിൽ നിന്ന് പിന്മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഴയ കാലം പുതിയതാ. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. എന്താണ് പ്രേതങ്ങളെ നിനക്ക് പേടിയില്ലാന്ന് പറഞ്ഞിട്ട്? പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കൾ. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. FB പോസ്റ്റിലൂടെയാണ് സംവാദം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം തന്നെ നടത്തിയാൽ മതി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എന്ത് തോന്നിയാസം കേട്ടോണ്ടിരിക്കുന്നത് മണ്ടം കുറിപ്പാണ് ഞാനെന്നോ? മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തുകയാണ് നടൻ സലീം കുമാർ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? പുലിമടയാക്കുണ്ട തല വെക്കരുത്. പ്ലിങ്ങായോ വല്ലാണ്ട്? മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോവരുത്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. തന്റെ കാര്യം ഞാൻ ഏറ്റു. അപ്പൊ എന്നെ വീട്ടിൽ കയറ്റി ഇരുത്താൻ നോക്കിയാണ് പേടിപ്പിച്ച്. സത്യമായിട്ടും എനിക്കിപ്പോ ഒരു പേടി തോന്നുന്നു. പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത്? ഒന്നും കൂടി പറയാം. വെറുതെ വഴിയെ പോയി അടിയാ. നീ എന്തിനാ ചോദിച്ചു വാങ്ങിച്ചത്? അല്ല, ചോദിച്ചത് വാങ്ങിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ ഇനി വേറെ ആരും